വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവരും സുഖമാണ് വിചാരിക്കുന്നത്. ഇതൊരു ഗ്രൂപ്പ് റൈഡാണ് ഇത്തവണ. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിങ്ങനെ പതുക്കെ ബിൽഡപ്പ്. ശരിക്കും നല്ലൊരു സമയത്തിന് കുറേ നാളിന് ശേഷമാണ് ഞാൻ ഈ ഒരു ടൈമിൽ റൈഡ് പറയുന്നത്. ഇപ്പോൾ ടൈം 6:45, 7 o'clock ഇറങ്ങണം. 7:15 അരവിന്ദിനെ കാണാം. അരവിന്ദ് ഇവിടെ സ്ഥിരമുള്ള നമ്മുടെ മീറ്റിംഗ് പോയി നിൽക്കും. എൻ്റെ അവിടെയും നമ്മുടെ സെലിബ്രിറ്റിയുടെ വീട്, ആദ്യത്തെ വീട് സെലിബ്രിറ്റിയുടെ വീട്. അവിടെ ചെന്നാൽ നമ്മളുടെ മെയിൻ മീറ്റിംഗ് പോയിന്റ്. പിന്നെ അവിടെ വെച്ച് കുറേ റൈഡേഴ്സ് ചോദിച്ചു. ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നൊരു 1.5 hour 2 hour റൈഡാണ് ഉള്ളത് നെയ്യാറിലോട്ട്. ഗ്രൂപ്പിൽ കുറേ പേരുള്ള കാരണം പേസ് ഇച്ചിരി കുറയും, പക്ഷെ കുഴപ്പമില്ല, കുറേ എൻജോയ് ചെയ്യും. ഇപ്പം ഞാൻ കംപ്ലീറ്റ് റെഡി. എൻ്റെ ബൈക്കിംഗ് ബ്രദർഹുഡ് ജാക്കറ്റ്, എൻ്റെ ഗ്ലൗസ്, ഞാൻ എൻ്റെ ഈ ഒറ്റ ബാഗ് എടുക്കുന്നുള്ളൂ. ഈ ബാഗിൻ്റെ അകത്ത് സ്നാക്സ് ഉണ്ട്, വെള്ളമുണ്ട്, എൻ്റെ പേഴ്സും ഫോണും. ഈ ക്യാമറ ഞാൻ എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ ഈ ക്യാമറ എനിക്ക് കൊണ്ടുപോയിട്ടുള്ള ബാഗില്ല, ക്യാമറ ബാഗ് ഇട്ടില്ല. ഇതിൻ്റെ അത് വെറുതെ ഇട്ടുകൊണ്ട് പോകുന്നത് ശരിക്കും റിസ്ക് ആണ്. അതുകൊണ്ട് ഞാൻ ഈ ക്യാമറ എടുക്കുന്നത്. പകരം വ്ളോഗിങ് എൻ്റെ ഫോണിൽ കൂടെ ആയിരിക്കും. എൻ്റെ എം ടി ഹെൽമെറ്റും എൻ്റെ SJ ക്യാം. എം ടി ഹെൽമെറ്റിൽ ഞാൻ ആൻറ്റി ഫോഗ് ഒട്ടിച്ച് നിങ്ങൾ കണ്ടല്ലോ അത്. അപ്പം ഇത് ഇത്രയാണ് നമ്മൾ റൈഡിങ്. പിന്നെ മെയിനായിട്ട് ഫോണും ഇത്രയേ ഉള്ളൂ. ഇനി എനിക്ക് താഴെ പോയിട്ട് ബൈക്കിൻ്റെ ചെയിൻ ലൂബ് ചെയ്യണം. അപ്പം ഞങ്ങൾ താഴെ വെച്ച് കാണാം. ഓക്കെ ഗൈസ്, അപ്പം ടൈം 7 o'clock, 7:03 to be precise. ഞാൻ പറഞ്ഞില്ല, കുറേ നാളിന് ശേഷമാണ് ഈ ഒരു ടൈമിൽ റൈഡ് ഇറങ്ങുന്നത്. ഫുൾ ക്ലിയർ സ്കൈസ് ആണ്. പുള്ളി മഴയൊന്നും കാണത്തില്ല. ഞാൻ പോയിട്ട് വരുന്നവരെ മെതർ ആയിരിക്കണം, പക്കയായിരിക്കണം. രാവിലെ ഞാൻ ബൈക്കിൻ്റെ ചെയിനൊക്കെ ലൂബ് ചെയ്ത് എൻജിൻ വാമപ്പ് ചെയ്തു. അതെനിക്കൊന്ന് ലൂബ് ചെയ്തതിൻ്റെ കിടക്കുന്നത്. എല്ലാം എടുത്തെന്നാണ് എൻ്റെ വിശ്വാസം. ഗ്ലൗസ് ഞാൻ എടുത്ത് ബാഗിനകത്ത് വെച്ച് കാണും. മീറ്റിംഗ് പോയിന്റ് എത്തിയിട്ട് ഗ്ലൗസ് ഇടാന്ന് വിചാരിച്ചു. സോ അപ്പോൾ ഫസ്റ്റ് മീറ്റിംഗ് പോയിന്റ് ഞാനും അരവിന്ദും കൂടെയാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് മീറ്റിംഗ് പോയിന്റ് എത്തിയിട്ടാണ്. എൻ്റെ ചാർജിൻ്റെ അധികം കളയും, നമുക്ക് എന്താ ഫുൾ വേണ്ടതാണ്. ഇവൻ ഞാൻ 2 ബാറ്ററി എടുത്തിട്ടുണ്ട്. എന്നാലും മാക്സിമം ചാർജ് വെച്ചാലേ പറ്റുള്ളൂ. ഞാൻ അപ്പോൾ ഇനി നേരെ നമ്മുടെ മീറ്റിംഗ് പോയിന്റ് എത്തിയിട്ടാണ്. ഇനി ഞാനും അരവിന്ദും കാണാറാകുമ്പോഴേക്കും അവിടെ എത്തിയിട്ട് നിങ്ങൾ കാണാം. ഓക്കെ, ഇപ്പം ഞാൻ അരവിന്ദും കണ്ടു. ഇനി നമ്മൾ രണ്ടുപേരും കൂടെ നമ്മുടെ മെയിൻ മീറ്റിംഗ് പോയിന്റ് പോവാണ്. അതായത് നമ്മുടെ സെലിബ്രിറ്റിയുടെ വീട്ടിൽ, #സെലിബ്രിറ്റി. അപ്പോൾ ഇപ്പോൾ അവൻ്റെ വീട്ടിലോട്ട് പോകണം. അപ്പം അതിന് മുമ്പായിട്ട് എനിക്കൊന്ന് പെട്രോൾ അടിക്കണം. ആക്ച്വലി എൻ്റെ ഹാഫ് ടാങ്ക് ഒരു കട്ട കൂടുതലുണ്ട്. ഞാൻ ഒന്ന് ഫുള്ളാക്കി വെക്കാനുള്ള പ്ലാനിലാണ്. അന്ന് നമ്മൾ ഒരിക്കൽ വെള്ളാനിയിൽ മറ്റേ ഫോട്ടോഷൂട്ട് ഒന്നും പോയില്ല. അപ്പോൾ അന്നേരം അവിടെ ഒന്ന് ഗോകുൽ അറിയാമോ? പക്ഷെ അവനും കൂടെ ഉണ്ട്. അവൻ അരവിന്ദിൻ്റെ കൂടെയാണ് വരുന്നത്. പെട്രോൾ അടിക്കത്തിന്ന് ജസ്റ്റ് ഒന്ന് പെട്രോൾ ഫുൾ ടാങ്ക് ഒന്ന് ആക്കിയിട്ട് പോവാം. മതി വീഴ്ത്താന്ന് എടുക്കണേ. മതി ബോഡി വീഴ്ത്തല്ലേ ഏട്ടാ. ഓക്കെ, ഓൾമോസ്റ്റ് ഫുൾ ടാങ്ക് ആക്കി. ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഈ ട്രിപ്പ് മീറ്റർ ഞാൻ 0 ആക്കി. അപ്പോൾ പോയിട്ട് വരുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണെന്ന് ഞാൻ പറഞ്ഞുതരാം, മറന്നില്ലെങ്കിൽ. ഓക്കെ, ആ ഒരു കാര്യം അണ്ടർലൈൻ ചെയ്ത ശേഷം മറന്നില്ലെങ്കിൽ.
ഇത്രയും രാവിലെ ഇറങ്ങിയുള്ള ഗുണമെന്ന് വെച്ചാൽ സിഗ്നലില്ല. ട്രാഫിക് ഇപ്പം കൂടി തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പം 7:30 ആവുന്നേ ഉള്ളൂ ടൈം. യൂഷ്വലി 8 o'clock ആകുമ്പോഴേക്കാണ് പീക്ക് അവർ വരുന്നത്. ഇവിടെ എവിടെയാണ് ഗോകുലിന്റെ വീട്? എനിക്ക് പ്രോപ്പറായിട്ട് അവൻ്റെ വീട് അറിഞ്ഞൂടാ. വിളിച്ചു നോക്കണം. കിടലം സ്ഥലമാണ് അവൻ്റെ വീട് ഇരിക്കുന്നത്. വെയിറ്റിംഗ്. ആർക്ക് എന്തായാലും വെയിറ്റിംഗ് ആണ്. എവിടെ പോകാനും വെയിറ്റിംഗ് ആണ്. റൈഡിനാണെങ്കിൽ വെയിറ്റിംഗ് ആണ്. അവൻ നടന്നു വരുന്നേ ഉള്ളൂ വെയിറ്റ് ചെയ്യാൻ. ഉണ്ണി ദ ഗ്രേറ്റ് തോന്നി. ഗോകുലിനെ അരവിന്ദിന്റെ വണ്ടിയുടെ ബാക്കിൽ ഇരുത്തി. അവന് ഉണ്ണിയെന്ന് വിളിക്കുന്ന അവന്റെ വീട്ടിൽ വിളിക്കുന്ന പേര് എന്താണ്? അവന്റെ വീട്ടിൽ വിളിക്കുന്ന ഉണ്ണിയെന്നാണ്. അപ്പം അങ്ങനെ ആ ഒരു പേര് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അത് കോമൺ ആയതിനു ശേഷം ഗോകുൽ എന്ന കാര്യം കൂടുതൽ ഉണ്ണിയെന്നാണ് വിളിക്കുന്നത് അവന്. അപ്പം ഞാൻ നമ്മുടെ സെലിബ്രിറ്റിയുടെ വീട്ടിലെത്തിയിട്ട്, സെലിബ്രിറ്റി വിളിക്കുന്ന ആരാന്ന് അറിയില്ല, ആദ്യം അത് അവനെ തന്നെ ആ പേര് തന്നതാണ്. നമ്മളായിട്ട് ഇട്ടതല്ല, അവനെ തന്നെ ആ സെലിബ്രിറ്റി എന്ന് അവൻ സ്വയം പുകഴ്ത്തി പറയണോണ്ട് അങ്ങനെയുള്ള പേര് അവന് വന്നു. നേരെ നമ്മൾ സെലിബ്രിറ്റിയുടെ വീടെത്തിരിക്കുകയാണ്. ഓക്കെ, സെലിബ്രിറ്റി പപ്പുവും വൈഷ്ണവും അർജുനും അജയ് ചോദിച്ച ബാക്കിയെല്ലാം ഇവിടെ തന്നെ. അർജുനൊക്കെ ഇങ്ങോട്ടാണ്. ഏത് പാട്ട്? അങ്ങനെ ഓരോ പാട്ട് കേട്ടിട്ട് ഇങ്ങനെ മലയിൽ കൂടെ ഇങ്ങനെ വൈബ്. എനിക്ക് ഏത് പാട്ട് വേണം? ഈ ഞാൻ ഏതെങ്കിലും നല്ല പാട്ട് ഞാൻ പറഞ്ഞുതരാം. മറ്റേ മുൾമോന, അതാണ് എനിക്ക് അത്യാവശ്യം. എടാ ഇപ്പം ഞാൻ പറയണേ, ഇപ്പം ഞാൻ വ്ളോഗ് പറയും. അപ്പം നമ്മളിന്ന് ആതിര വീട്ടിൽ പോകണം. ആതിര വീട് അതേത്? അല്ല സോറി, സെലിബ്രിറ്റിയുടെ വീട്ടിൽ പോകണം. സെലിബ്രിറ്റി അപ്പം ഇറങ്ങാം. അപ്പം അർജുനും റാഷിദല്ലേ ഉള്ളൂ ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. വൈഷ്ണവ്, അനന്തൻ, അജയ്, ഋത്തിക്, ആരോമൻ, ഇവർ 5 പേരും മറ്റേ വെടിയേശ്വരം കോവിലോടെ അവർക്ക് അവിടെ നിന്നാണ് അടുത്ത് വെടിയേശ്വരം കോവിലാണ്. നമുക്ക് ഇപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ പോയാൽ മതിയല്ലോ. പിന്നെ ബാക്കി അതെല്ലാം വീഡിയോ എടുത്തതിന് ശേഷമാണ് അവൻ പറയണത്. ഇപ്പം ഇവിടെ അരവിന്ദ് ഉണ്ണിയുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇപ്പോൾ ഇവിടെ 23 കിലോമീറ്റർ 42. പക്ഷേ നമ്മൾ ഈ റൂട്ട് വഴിയില്ല, നമ്മൾ ഇത്തിരി ഡൈവേർഷൻ എടുത്താണ് പോകുന്നത്. കാര്യം കുറച്ച് പേരുടെ മീറ്റിംഗ് വെടിയേച്ചൻ കോവിലോടെ എന്താണ് നിൽക്കുന്നത്. അപ്പം അവർ അവിടെ നിന്ന് പൊക്കണം. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും എത്തി. ഒരാളിപ്പോൾ ഓൺ ദ വേയിൽ ജോയിൻ ചെയ്യും. എടാ 21 കിലോമീറ്റർ ഉള്ളോ? 23 നെയ്യാറ്. രാവിലെ ഇപ്പൊ 10 കിലോമീറ്റർ കുറഞ്ഞു. ഇറങ്ങാം. എടാ റാഷിദ് എന്തായി? ഓക്കെ, മണി 8:15, 8:19 to be precise. And നീ റെക്കോർഡ് ആവുന്നുണ്ട്. ഇപ്പൊ നമ്മൾ അടുത്ത മീറ്റിംഗ് പോയിന്റിലോട്ട് പോവാണ്. അതായത് ഇനിയും 5 പേരും കൂടെ ഉണ്ട്. 6 പേരുണ്ട്. ഒരാൾ ഇപ്പൊ അവിടെ 6 ജംഗ്ഷൻ വെച്ച് ജോയിൻ ആവും. അടുത്ത 5 പേര് ഞാൻ പറഞ്ഞു വെടിയേശ്വരം കോവിലോടെ വെയിറ്റിംഗ് ആണ്. ഓക്കെ, ഇന്നത്തോടെ എൻ്റെ സർവീസ് ചെയ്ത ബൈക്ക് ചെളിയാവുന്ന കാര്യം കൺഫേം. ഇപ്പം ആക്ച്വലി നമ്മൾ 20 മിനിറ്റ്സ് ആയതുകൊണ്ടാണ് ഡിലേ ആക്കി. നമുക്ക് 8 o'clock ഇറങ്ങായിരുന്നത്. ഇപ്പോൾ ടൈം 8:20 ആയി. ഞാൻ പറയുമ്പോൾ ടൈം 8:20 ആയില്ല. അപ്പം പീക്ക് അവർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അതാണ് റോഡിൽ കംപ്ലീറ്റ് തിരക്കും. നീ പിന്നെ എന്തിനാ പറഞ്ഞ? പിന്നെ
ഞാൻ റാഷിദ് വൈഷ്ണവ വിളിച്ചു നോക്കാം. നിന്നെ ഉണ്ട്, നീ എടുത്ത് വൈഷ്ണവ് അവരുടെയൊക്കെ ലൊക്കേഷൻ അവരൊക്കെ അയച്ചു തന്നു. അപ്പം നമ്മളിപ്പോൾ നേരെ അങ്ങോട്ടാണ് നാവിഗേറ്റ് ചെയ്ത് പോകുന്നത്. പക്ഷേ ഇഷ്യൂ എന്ന് വെച്ചാൽ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഇവിടെ ലൊക്കേഷൻ വരെ 40 to 50% റോഡ്സ് കൊള്ളത്തില്ല. ലൈക്ക് റോഡ്സ് ഉണ്ടാക്കുന്നേ ഉള്ളൂ. അവിടെ വീതി കൂട്ടുന്ന പണിയായതുകൊണ്ട് റോഡിൻ്റെ കണ്ടീഷൻ റോഡില്ല ലിറ്ററലി അവിടെ. ഓക്കെ, ബാഡ് റോഡ്സ് ലിറ്ററലി ഓക്കെ വോയിസ് ഷുവറായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബാഡ് റോഡ് ഈ റോഡിൻ്റെ വീതി കൂട്ടുവാണ്. അത് കാരണമാണ് റോഡിൻ്റെ കണ്ടീഷനെ കിടക്കുന്നത്. 1-2 മാസം മുമ്പ് ഇവിടെ ലിറ്ററലി ഇതുപോലല്ല, ഇതിപ്പോൾ ഇത്തിരിയെങ്കിലും പ്ലെയിനായി കിടപ്പുണ്ട്. മുമ്പാണെങ്കിൽ ഫുൾ ലൈക്ക് വലിയ സൈസിലുള്ള പോർട്ട് ഹോൾസ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ആ ഒരു പന്ന റോഡിൻ്റെ സ്ട്രെച്ച്. ഇനി അങ്ങോട്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു റോഡ്. ലൈക്ക് അങ്ങോട്ട് ടാർ ചെയ്തിട്ടുണ്ട് റോഡ്. ഇതുകൊണ്ട് അവരവിടെ നിൽപ്പുണ്ട്. അവരെണ്ണി നമ്മൾ കറക്റ്റ് എത്തി, അവന്മാരങ്ങ് തെറ്റിപ്പോയി. അവന്മാർ ബാക്കി വരുമായിരുന്നു. ഞാൻ ഇവനയച്ച ലൊക്കേഷൻ നിന്റെ കണ്ണ് മാത്രമേ കാണുള്ളൂ. റാഷിദ് വരാൻ താമസിച്ചടാ. നമ്മൾ അവസാന നിമിഷം അവൻ വരൂല എന്ന്. അവനാണ് ഇപ്പൊ വീണ്ടും താമസിക്കുന്നത്. വെടിവെച്ചാൽ ഇത്തിരി മുമ്പായിട്ട്. അത് പന്ന റോഡാണ്. പന്ന റോഡ്, അവിടെ റോഡില്ല. ഓക്കെ പോ. ഇത് അജയ്. ഓക്കെ, നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇറങ്ങാൻ. ഇനി നെയറിലേക്ക്, മേ ബി നെയറിലേക്ക് അടുത്ത ദിവസം ഹോപ്പ്ഫുള്ളി. ചെറിയൊരു കൺഫ്യൂഷൻ വഴിയുടെ. പെട്രോൾ ഇല്ലേ എടാ? എന്നാ അവിടെ നിർത്തിക്കൂടായിരുന്നു പെട്രോൾ പമ്പില്? ഓക്കെ, 2 കാര്യം. ഈ ഒരു വ്യൂ നോക്ക്, അടിപൊളി വ്യൂ, എല്ലാ മരങ്ങളും. ഓക്കെ, ഇപ്പം രണ്ട് കാര്യങ്ങൾ. ഒന്നെന്ന് വെച്ചാൽ ചെറിയൊരു കൺഫ്യൂഷൻ റൂട്ടിൻ്റെ. രണ്ടാമെന്ന് വെച്ചാൽ അരവിന്ദിൻ്റെ വണ്ടിയിൽ പെട്രോളും ഇല്ല. ഇനി അടുത്തൊരു പെട്രോൾ പമ്പിൽ കാണുമ്പോഴേക്കും നിർത്തും. ഓരോ 1 or 2 കിലോമീറ്റർ സ്ട്രെച്ചിൻ്റെ അകത്ത് ഇതുപോലെ ബാഡ് റോഡുണ്ട്. മഴ സമയത്താണ് ഇതുവഴി പോകുന്നവർക്ക് നല്ലൊരു പ്രശ്നമാണ്. വെള്ളം കെട്ടി കിടക്കുകയാണെങ്കിൽ അറിയത്തില്ല. പിന്നെ ഇത് മെയിൻ റോഡും കൂടെ ആണല്ലോ. കോമഡി എന്ന് വെച്ചാൽ ഇവരുടെ വണ്ടിയിൽ പെട്രോൾ തീർന്നു. ലൈക്ക് ഓൾമോസ്റ്റ് റിസർവിലാണ് കിടന്നത്. അതും തീരാറായി. പിന്നെ വൈഷ്ണവാണെങ്കിൽ അവനങ്ങ് പോവുകയും ചെയ്തു. പക്ഷേ വൈഷ്ണവ് നമ്മളിവിടെ നിർത്തിയതാ പറഞ്ഞില്ല, അവൻ അങ്ങ് പോവുകയും ചെയ്തു. ബാക്കിയെല്ലാവരും ഫ്രണ്ടിലുണ്ട്. അവൻ പെട്രോൾ അടിക്കാൻ കയറിയൊക്കെയാണ്. എൻ്റെ വണ്ടിയിൽ ഓൾമോസ്റ്റ് ഫുൾ ടാങ്ക് അല്ല, ഫുൾ ടാങ്കിനായിട്ട് ഒരു കട്ട കുറവാണ്. പക്ഷേ പോയിട്ട് വന്നിട്ട് വീണ്ടും ഒരു ട്രിപ്പ് പോയിട്ട് വരെയുള്ള പെട്രോൾ ഇതിലുണ്ട്. മെയിനായിട്ടുള്ള കൺസേൺ അവൻ്റെ വണ്ടിയിലാണ്. അവൻ്റെ വണ്ടി ലൈക്ക് റിസർവിൽ നിന്നും കുറഞ്ഞു തുടങ്ങി, അതാണ് ഇഷ്യൂ. ഓക്കെ, അപ്പം അവൻ്റെ വണ്ടി പെട്രോൾ അടിച്ചു. ഇനി
പോവാ. ഇനി വൈഷ്ണവിൻ്റെ തപ്പണം. ഹോപ്പ്ഫുള്ളി നമ്മൾ അവിടെ ആണെങ്കിൽ പോയി വെയിറ്റ് ചെയ്യായിരിക്കും. ഈ ഒരു റോഡിൽ എല്ലാ 2 to 3 കിലോമീറ്റേഴ്സിൻ്റെ അകത്തും ഓരോ സ്പീഡ് ബ്രേക്കേഴ്സ് ഉണ്ട്. എന്നാൽ സ്പീഡ് ബ്രേക്കേഴ്സിൻ്റെ ഇടയിൽ ഇതുപോലെ പല റോഡ്സും ഉണ്ട്. ഇതൊക്കെ എന്തോ വലിയ പോട്ട് ഹോൾസാണ് ഇതൊക്കെ. എനിക്ക് തോന്നുന്നു വൈഷ്ണവ് ആൻഡ് ഹൃത്തിക് അവർ രണ്ടുപേരാണ് തോന്നുന്നു മുന്നോട്ട് പോയത്. നമുക്കിപ്പം മാപ്പ് സെറ്റ് ചെയ്ത് പോകണം. എല്ലാവർക്കും ചെറിയൊരു കൺഫ്യൂഷൻ. എല്ലാവർക്കും കൂടെ ബാക്കി ഇരിക്കണം. എല്ലാവരും മാപ്പ് സെറ്റ് ചെയ്തല്ലോ. എന്തായാലും ഞാനും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ ബാക്കി ഇരിക്കുന്ന എല്ലാവരും മാപ്പ് സെറ്റ് ചെയ്തു. ഞാനും കൂടെ എന്തെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാം. പോവാം. ഇവനെ പൊക്കണം കേട്ടോ. റോഡ്സ് ആക്ച്വലി ഒട്ടും കൊള്ളത്തില്ല. 80% റോഡ്സും or rather 70% റോഡ്സും പന്ന റോഡാണ്. എന്നുവെച്ചാൽ സീനിക്കിൻ്റെ കാര്യമല്ല പറയുന്നത്, ഞാൻ പറഞ്ഞ റോഡിന്റെ കണ്ടീഷനാണ്. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ് ഫുള്ള്. എനിക്കൊന്ന് റോഡ്സ് കംപ്ലീറ്റ് ഇങ്ങനെയാണെന്ന് തോന്നുന്നു. റോഡ്സ് കംപ്ലീറ്റ് ഇങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മള് കാട്ടാക്കട എത്തി. ഇതാണ് ഒരു മെയിൻ പോയിന്റ്. ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയിലും വെള്ളമുണ്ട്, പിന്നെ സ്നാക്സും ഉണ്ട്. അവന്മാർ ഇതേ റൂട്ടാണ് പോയെന്ന് തോന്നുന്നു. നമ്മൾ ചെറിയൊരു ഘാട്ട് സെക്ഷനും കൂടെ കയറിയാണ് പോകുന്നതെന്ന് തോന്നുന്നു. അമ്മ വഴി തെറ്റിയടാ. അർജുനും ഗോകുലും വഴി തെറ്റിപ്പോയി. ആ ജംഗ്ഷനിൽ നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞു. അമ്മനെ നേരെ പോയെന്ന് തോന്നുന്നു. അറിഞ്ഞൂടാ, അമ്മനെ വിളിച്ചു പറഞ്ഞു. ബാറ്ററി ചാർജ് ചെയ്യാറ. ഇതാണ് ഈ എസ്റ്റേറ്റ് ഏറ്റവും വലിയൊരു കുഴപ്പം. ചാർജ് എക്കത്തില്ല. ഓക്കെ, ഇപ്പം കുറഞ്ഞ ആൾക്കാരെ വഴി തെറ്റി പോയി അവർ തിരിച്ചെത്തി. ഞാൻ ക്യാമറ ഏതെങ്കിലും നല്ലൊരു സീനിക്ക് എത്തുവാണെങ്കിൽ മാത്രമാണ് ചെയ്യുന്നത്. View of man, view. ഇതിലെ പക്ക എന്താ പറയാ, ഒരു മൂന്നാർ കൊടൈക്കനാൽ ഫീലാണ്. രണ്ട് സൈഡിൽ മരം ആൻഡ് റോഡ് പക്ഷെ കൊള്ളില്ല എന്നൊരു ചെറിയ സീനേ ഉള്ളൂ. പക്ഷെ രണ്ട് സൈഡും മരത്തിൻ്റെ ഇടയിൽ കൂടി റോഡ്. ഇത് ആക്ച്വലി ഡ്രോൺ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ബൈക്ക് ഇങ്ങനെ ഡ്രോൺ ഷോട്ട് അങ്ങ് എടുത്തു പോകുമായിരിക്കും. ഇങ്ങോട്ട് കയറാൻ വേണ്ടി എൻട്രൻസ് ഫീ എടുക്കണമെന്ന് തോന്നുന്നു. എല്ലാവർക്കും കൂടി ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ട് പോവാം. ഫുൾ സ്ലഷി. നമ്മൾ ആദ്യം അവിടെയായിരുന്നു ബൈക്ക് വെച്ചിരുന്നത്. ഇനി ലോറിയും എല്ലാം കാരണം ബൈക്ക് ഇങ്ങോട്ട് പാർക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കോട്ടിയൂർ എന്തോ വൈൽഡ് ലൈഫ് റിസർവ് ചെയ്യുന്നു. ഇവിടെ എൻട്രിക്ക് ഫീസ് ഉണ്ടെന്നാണ് പറയുന്നത്.
ക്യാമറയ്ക്ക് എത്ര രൂപ എന്ന് പറഞ്ഞു? ക്യാമറയ്ക്ക് 25. ഒരു ബൈക്കിന് എത്ര? ബൈക്ക് 5 രൂപ പാർക്കിങ്. പാർക്കിംഗ് 5 രൂപ. എനിക്ക് കിട്ടിയ പാർക്കിംഗ് നല്ലതായിരുന്നു. പിന്നെ അത് കണ്ട് ഞാൻ ആ മരത്തിൻ്റെ ഇടയിൽ ശരി വയ്ക്കുന്നു. ആണ് ബൈക്കിങ്ങിന് പാർക്കിംഗ് 5 രൂപ, ഒരാൾക്ക് 40 രൂപ എൻട്രി ഫീ. ക്യാമറ ആണെങ്കിൽ എക്സ്ട്രാ 25 രൂപ അല്ലേ? ടോട്ടൽ നമ്മൾ അപ്പോൾ ടോട്ടൽ ഒരു ഞാൻ നന്നായി എൻ്റെ ക്യാമറ എടുക്കാം. 20 എടുക്കണ്ടാണ്. എന്ത് പറഞ്ഞില്ല? പറഞ്ഞു. അപ്പോൾ എത്ര വണ്ടി ഉണ്ടായിരുന്നു? വണ്ടി എത്ര ഉണ്ടായിരുന്നു? മൊബൈലിന് പൈസ കൊടുക്കണ്ട. 8 വണ്ടിയും 11 ദിവസം കൂടെ 440 അല്ലേ? 440. മറ്റേ ഒറ്റക്കൊമ്പനൊക്കെ ഉണ്ട് ഇവിടെ. വേണ്ട, നീ ഒരാളുണ്ടല്ലോ പോരെ. ഇവിടെ വലിയ ആനകളും അവിടെ ചെറുതും അല്ല 1 വയസ്സുള്ളതൊക്കെ ഉണ്ട്. ദിസ് ഈസ് ചിൽഡ്രൻസ് പാർക്ക്, കുട്ടി ആനകളുടെ പാർക്ക്. അത് 1 വയസ്സുള്ള ആനയാണ്. ആ കണ്ണ 1 വയസ്സുള്ള ആനയാണത്. ഓ, അതും 1 വയസ്സുള്ള ആനയാണല്ലേ? ഇതും പിന്നെ അതും 1 വയസ്സുള്ള ആനയാണ്. അയ്യോടാ, അത് ഒന്നില്ലായിരുന്നു. ഞാൻ വിളിച്ച് പുതുമയായിരിക്കും. എനിക്ക് തോന്നുന്നു ഇവിടെ വരുന്ന വലിയ ഗുണമില്ല. ഏറ്റവും നല്ലത് അടുത്ത സ്ഥലത്തോട് പോകണതാണ്. നിന്നിട്ട് വലിയ കാര്യമില്ല. നമ്മളെ കൂട്ടത്തിലാണ്. ഓക്കെ, വീഡിയോ എടുക്കാം.